നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ജാവ പ്രോഗ്രാമിലെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ്. പ്രത്യേക സൈനാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതിൽ ആദ്യമായി വരുന്നത് ഈസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. ഈസ് നിങ്ങൾക്കറിയാം, ഒരു സംഖ്യയിലോട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. നമ്മളിവിടെ എക്സ് ഈസ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിലോട്ട് നമ്മൾ 10 എന്ന വാല്യൂ അസൈൻ ചെയ്തു എന്നാണ് ഇതിനർത്ഥം. നമുക്കതൊന്ന് നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്, എന്നിരുന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇൻറ്റ് എക്സ് എന്ന് ഞാൻ കൊടുക്കുന്നു. എക്സ് എന്ന് കൊടുത്ത ശേഷം ഈ എക്സ് ഈസ് 10 എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മളത് പ്രിൻ്റ് ചെയ്യുന്നു. ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ നമ്മൾ എക്സ് എന്നിവിടെ കൊടുക്കുന്നു. ശേഷം നമുക്ക് പ്രിൻ്റ് ചെയ്താൽ നമുക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ലഭിക്കുന്നു. നമുക്ക് ഇവിടെയും ഇതുപോലെ ചെയ്യാം. നമ്മളിവിടെ എക്സ് ഈസ് 10 എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മളിവിടെ ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുന്നു. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന വാല്യൂ കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എക്സ് ഈസ് 15 എന്ന് കൊടുക്കുന്നു. നമ്മൾ ആദ്യം വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്ത സമയത്ത് നമ്മൾ 10 ആണ് കൊടുത്തത്. പിന്നീട് അതിലോട്ട് നമ്മൾ 15 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇനി നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും ലഭിക്കുക. ഇനി അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് ഈസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. നമ്മളിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് 4 എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എക്സ് ഈസ് എക്സ് പ്ലസ് 4 എന്ന് എഴുതുന്നതിന് തുല്യമാണ്. നമുക്കിനി ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എക്സ് ഈസ് 10 എന്ന് കൊടുത്തു. അതിനുശേഷം എക്സ് പ്ലസ് ഈസ് 4 എന്ന് കൊടുത്തു. ഇതിനർത്ഥം എക്സ് ഈസ് എക്സ് പ്ലസ് 4 എന്നാണ്. നമുക്കിനി ഇവിടെ ലഭിക്കേണ്ടത് 14 എന്ന് പറയുന്ന റിസൾട്ടാണ്. നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അതിനോടുകൂടി നമ്മൾ 4 കൂട്ടുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ 14 എന്ന് പറയുന്ന ആൻസർ ലഭിച്ചത്. അതുപോലെ വരുന്ന ഒരു ഓപ്പറേറ്ററാണ് മൈനസ് ഈസ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. എക്സ് മൈനസ് ഈസ് 4 എന്ന് തന്നെ കൊടുക്കാം. ഇത് നമ്മൾ എക്സ് ഈസ് എക്സ് മൈനസ് 4 എന്ന് എഴുതുന്നതിന് തുല്യമാണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഇവിടെ പ്ലസ് എന്ന് പറയുന്ന സ്ഥലത്ത് മൈനസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 10ൽ നിന്നും 4 കുറച്ച് 6 എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ് ഇവിടെ വേണ്ടത്. നമുക്കിവിടെ അപ്പോൾ 6 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിച്ചു. അതുപോലെയുള്ള ഒരു അടുത്ത ഓപ്പറേറ്ററാണ് ഇൻറ്റു ഈസ് ഇത് നമ്മൾ എഴുതുന്നത് എക്സ് ഇൻറ്റു ഈസ് 4 എന്ന് എഴുതിയാൽ ഇത് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനോട് തുല്യമാണ്. എക്സ് ഈസ് എക്സ് ഇൻറ്റു 4. നമുക്കിത് നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്ത് നോക്കാം. എക്സ് ഇൻറ്റു ഈസ് 4, എക്സ് ഇൻറ്റു ഈസ് 4 എന്ന് എഴുതുന്നത് എക്സ് ഈസ് എക്സ് ഇൻറ്റു 4 എന്നതിന് തുല്യമാണ്. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു 4 40 നമുക്കിവിടെ ലഭിക്കേണ്ടത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ നമ്മുടെ റിസൾട്ട് 40 എന്ന് ലഭിച്ചത്. അതുപോലെയുള്ള മറ്റൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് ഡിവൈഡഡ് ബൈ ഈസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എഴുതുന്നത് എക്സ് ഡിവൈഡഡ് ബൈ ഈസ് നമ്മൾ 4 എന്ന് തന്നെ കൊടുക്കാം. ഇത് ഇങ്ങനെ എഴുതുന്നതിന് തുല്യമാണ്. എക്സ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ 4. നമുക്കിത് നമ്മുടെ എക്സാമ്പിളിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ എക്സ് ഡിവൈഡഡ് ബൈ ഈസ് 4 എന്ന് കൊടുക്കുന്നു. അത് എക്സ് ഈസ് എക്സ് ബൈ 4 എന്നതിന് തുല്യമാണ്. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 4, അതായത് 2 എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ റിസൾട്ട് 2 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മോഡുലസ് ഈസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. ഇത് നമ്മൾ എഴുതുന്നത് എക്സ് മോഡുലസ് ഈസ് 4 എന്ന് തന്നെ കൊടുക്കാം. ഇത് നമ്മൾ എക്സ് ഈസ് എക്സ് മോഡുലസ് 4 എന്ന് എഴുതുന്നതിന് തുല്യമാണ്. ഇത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ എക്സ് മോഡുലസ് 4 എന്ന് ഈസ് 4 എന്ന് കൊടുക്കുന്നു. ഇതിനർത്ഥം എക്സ് ഈസ് എക്സ് മോഡുലസ് 4 എന്നാണ്. നമ്മുടെ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ 10 ആണ്. 10 മോഡുലസ് 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ശിഷ്ടം ലഭിക്കുക 10നെ 4 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ശിഷ്ടം എന്ന് പറയുന്നത് 2 ആണ്. ആ 2 ആണ് നമുക്കിതിൽ നമ്മുടെ റിസൾട്ടായി ലഭിക്കേണ്ടത്. നമുക്ക് സെയിം റിസൾട്ട് ആകുന്നതിന് പകരമായി നമുക്കിവിടെ 11 എന്ന് കൊടുക്കാം. നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയ റിസൾട്ടും 2 ആണ്. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് 11 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്, എക്സിൻ്റെ വാല്യൂ. 11 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് നമുക്ക് അതിൽ ശിഷ്ടം ലഭിക്കുക 3 ആണ്. 3 എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്കിവിടെ ലഭിക്കേണ്ടത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന റിസൾട്ട് ലഭിച്ചത്. ഇത്തരത്തിൽ നമുക്ക് ഇത്തരം ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ കഴിയുന്നതാണ്.